എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് എനിക്ക് കുറേ നാളായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നോ പെയിൻറ്റ് ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു പെയിൻറ്റ് ഉപയോഗിക്കാതെ ഉള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഗ്ലാസ് ബോട്ടിലായാലും മതി. പിന്നെ ഈ വൈറ്റ് കളർ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. വൈറ്റ് കളർ ആയാലും കുഴപ്പമില്ല. അതായത് ഈ പഴയ ഡെറ്റോളിൻ്റെയോ അല്ലെങ്കിൽ ലൈസോളിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവില്ലേ, കംഫർട്ട് ബോട്ടിലൊക്കെ, അതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം റെഡ് വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ റെഡ് വൂളൻ ത്രെഡ് ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ടൊന്ന് ചുറ്റി കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പം ഉള്ളിലത്തെ വൈറ്റ് ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ എൻ്റെത് ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് വൈറ്റൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യുക കേട്ടോ. ഇനി ഞാനൊരു ഗോൾഡൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ ഷീറ്റാണ്, സാധാരണ A4 ഷീറ്റ് പോലത്തെ പേപ്പറാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഹാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് കട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടും. ഇനി ഞാൻ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പേപ്പറില്ലേ, അതിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ ഒരു കട്ടും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലുള്ള കുറച്ച് ഷേപ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ ഹാർട്ട് ഷേപ്സ് നമ്മുടെ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 3D ഇഫക്റ്റ് കിട്ടുന്ന പോലെയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഹാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മറ്റേ ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ നോക്കിയത്. പക്ഷേ അത് ക്ലിയറായിട്ട് അത് അവിടെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ നമ്മുടെ ഫെവി ബോണ്ട് പോലത്തെ ഒരു സംഭവമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത ഷേപ്സൊക്കെ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട് ബോട്ടിലിൽ ഫുള്ളായിട്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ചെറിയ ഹാർട്ടുകൾ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ദാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഹാർട്ട്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഷേപ്സ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 3D എഫക്റ്റാണ് കൊടുക്കുക. പിന്നെ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽസ്, ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസും ചെയ്യുന്നത് ബിഗിനേഴ്സിനും കൂടെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്സും കൂടെ ചെയ്യുന്നത്. പിന്നെ ഇത് വലിയ പെർഫെക്ഷൻ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. എൻ്റെ റെഡ് ത്രെഡ് തീർന്നു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം നല്ലപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ സെയിം ഗോൾഡൻ ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് വാലന്റൈൻ ഹോം ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെൻ സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.